നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ മാസം സർക്കാർ കെട്ടിട നിർമ്മാണ ചട്ടമൊക്കെ ഒന്ന് പൊളിച്ചെഴുതി സാധാരണക്കാർക്ക് ടെൻഷനില്ലാത്ത രീതിയിൽ കെട്ടിടം നിർമ്മിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തരൂ. വിശദമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇനിയിപ്പോൾ ആർക്കും ഒരു വീടെടുക്കുന്നതിനോ ഒരു ചെറു കെട്ടിടം എടുക്കുന്നതിനോ അധികം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അതിവേഗം ലഭിക്കും. പെർമിറ്റ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇനി സ്ഥല പരിശോധനയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലേ ഔട്ട് അപ്രൂവൽ ഇല്ലാതെ നൽകുന്ന പെർമിറ്റിന്റെ അളവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി മുതൽ നിങ്ങളുടെ വീടിന് മുകളിൽ ഷീറ്റ് ഇടുന്നതിന് പെർമിറ്റ് നിർബന്ധമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അതിൻ്റെ ഉയരം 2.4 മീറ്റർ അധികരിക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി മുതൽ റിവേഴ്സ്ഡ് പെർമിറ്റിന് ഫീസ് ഇളവ് വന്നിട്ടുണ്ട്. അധികം നിർമ്മിച്ച ഏരിയക്ക് മാത്രം ഫീസ് ഒടുക്കിയാൽ മതിയാവും. ടർഫ് നിർമ്മാണം ഇനി വളരെ എളുപ്പം. നിയമത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ റോഡിന് വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ടോ? എന്നാൽ അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് ചട്ടത്തിൽ ഇളവ് ലഭിക്കും. റോഡ് നിർമ്മാണത്തിന് വേണ്ടി കെട്ടിടം പൊളിക്കേണ്ടതായിട്ട് വന്നോ? എന്നാൽ കെട്ടിടം പുനർനിർമ്മാണത്തിന് ഇളവ് ലഭിക്കും. ഹോസ്റ്റലുകളുടെ പാർക്കിംഗ് നിബന്ധനകൾക്ക് വൻ ഇളവ്. 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് സെൽഫ് പെർമിറ്റ് മിനിറ്റുകൾക്കുള്ളിൽ ലഭിക്കും. ഉയരപരിധി എടുത്തു കളഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടുകൾക്ക് 300 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ 250 സ്ക്വയർ മീറ്റർ വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങളും ഇനി മുതൽ സെൽഫ് പെർമിറ്റ് സിസ്റ്റത്തിൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ പെർമിറ്റ് ലഭിക്കും. നേരത്തെ പെർമിറ്റുകളുടെ കാലാവധി 10 വർഷമായിരുന്നു. ഇനി മുതൽ 10 വർഷം കഴിഞ്ഞ പെർമിറ്റുകളും 5 വർഷം കൂടി ദീർഘിപ്പിക്കാം. അതായത് 15 വർഷമാണ് ഇനി മുതൽ കെട്ടിട പെർമിറ്റിന്റെ കാലാവധി. ഇനി മുതൽ കൂടുതൽ ഏരിയയിൽ കെട്ടിടം പണിയാവുന്നതാണ്. കവറേജ്, FSI എന്നീ നിരക്കുകളിൽ വൻ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെർമിറ്റ് എടുത്തതിന് ശേഷം സ്ഥലത്തിന്റെ ഒരു ഭാഗം വിൽപ്പന നടത്തുകയോ വേറൊരു വ്യക്തിക്ക് കൈമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. ചട്ടലംഘനമില്ലെങ്കിൽ പെർമിറ്റ് അസാധുവാകില്ല. ഇനി മുതൽ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് FSI കൂടിയിട്ട് നമ്മൾ അധിക ഫീസ് അടച്ചു എന്ന് കരുതുക. കെട്ടിടം പൂർത്തീകരിച്ച സമയത്ത് ഈ FSI ആനുകൂല്യം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടച്ച അധിക ഫീസ് തിരിച്ചു ലഭിക്കും. 10 വർഷം കഴിഞ്ഞ്, നേരത്തെ 10 വർഷമായിരുന്നു കാലാവധി, അത് 10 വർഷം കഴിഞ്ഞ് പെർമിറ്റ് ഇനി പുതുക്കുന്ന സമയത്ത് 5 വർഷം കൂടി പുതുക്കി തരും. ഫീസ് പകുതിയായിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് 10 വർഷം കഴിഞ്ഞ പെർമിറ്റ് 5 വർഷം കൂടി പുതുക്കുന്ന സമയത്ത് അതിനുള്ള ഫീസ് പകുതിയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പുതിയ കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ പരിഷ്കരണങ്ങൾ. അത് ഓരോന്നോരോന്നായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വിശദമായിട്ട് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് വിശകലനം ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ നിന്നും ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ
ബൈ.